എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2025 ഏപ്രിൽ 22 കാശ്മീരിന് തെക്ക് ഭാഗത്തുള്ള പഹൽഗാം എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഉണ്ടായ സംഭവത്തെപ്പറ്റി പ്രത്യേകം ആരെയും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. 26 പേരെയാണ്, പച്ചയായി പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസിയല്ലാത്ത 26 പേരെയാണ് പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെച്ച് കൊന്നത്. ആദ്യം ഇസ്ലാം മതത്തിൽ പെട്ടതാണോ എന്ന് ചോദിച്ചു. ഭാഷയുടെ പ്രശ്നമാവാനാണ് സാധ്യത. കലിമ ചൊല്ലാൻ പറഞ്ഞു. അത് മനസ്സിലാകാതെ വന്നപ്പോൾ കുട്ടികളുടെയും സ്ത്രീകളുടെയും മുന്നിൽ വെച്ച് പാൻറ് ഊരി അകത്ത് കറണ്ടുണ്ടോ എന്ന് നോക്കി അതിനുശേഷം നിഷ്ഠൂരമായി വെടിവെച്ച് കൊന്നു. സ്ത്രീകളെ കൊന്നിട്ടില്ല. ഇതിനെപ്പറ്റിയെല്ലാം കൂടുതൽ പറയാൻ വയ്യാത്തതുകൊണ്ട് ഇനി അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അന്നത്തെ പ്രശ്നം നടന്നതിന് ശേഷം പലർക്കും, അതായത് അമുസ്ലിങ്ങളായ ആളുകൾ ഏകദേശം ഭൂരിഭാഗം പേരും ആദ്യമായി കേൾക്കുന്ന ഒരു പദമാണ് കലിമ. എന്താണ് കൽമ അഥവാ കലിമ? അതിനെപ്പറ്റി ആദ്യം അല്പം പറയാം, എന്നിട്ട് ഈ അധ്യായത്തിലെ വിഷയത്തിലേക്ക് വരാം. 1450 വർഷങ്ങൾക്ക് മുമ്പ് അവസാനത്തെ ഇസ്ലാം പ്രവാചകനായ മുഹമ്മദ് നബി 5 സിദ്ധാന്തങ്ങൾ അഥവാ നിയമങ്ങൾ കൊണ്ടുവന്നു. ഒന്നാമത്തേത് കലിമ, രണ്ടാമത്തേത് നമാസ്, മൂന്നാമത്തേത് റോസ, നാലാമത്തേത് സക്കാത്ത്, അഞ്ചാമത്തേത് ഹജ്ജ്. ഈ 5 സിദ്ധാന്തങ്ങളിൽ ആദ്യത്തേതാണ് കൽമ. മറ്റേത് 4 എല്ലാവരും കേട്ടിരിക്കും. നമാസ് അഥവാ നിസ്കാരം, റോസ അഥവാ നോമ്പ് നോക്കുക, സക്കാത്ത് അഥവാ ദാനം, ഹജ്ജ്. ഇത് പ്രത്യേകം പറയണ്ടല്ലോ. എന്താണ് കൽമ അഥവാ കലിമ? ഇതിന്റെ അർത്ഥം ഷഹാദത്ത് അഥവാ ശപഥം ചെയ്യുക, പ്രതിജ്ഞ എടുക്കുക. അതായത് മെഡിക്കൽ സയൻസ് പഠിച്ചതിന് ശേഷം ഒരു ശപഥം ചെയ്യാറുണ്ടല്ലോ, അതുപോലെ വക്കീൽ പഠനം, അതുപോലെ പോലീസ് മേധാവി എന്നിങ്ങനെയുള്ള പദവി സ്വീകരിക്കുമ്പോൾ ചൊല്ലിക്കുന്ന അല്ലെങ്കിൽ ചൊല്ലുന്ന പ്രതിജ്ഞ, അതുതന്നെയാണ് കൽമ. അതായത് ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ ഈ കൽമ നിശ്ചയദാർഢ്യത്തോടെ ചൊല്ലിയിരിക്കണം. ഇസ്ലാമിൽ 6 കൽമകളുണ്ട്. ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് തയ്യബ്, രണ്ടാമത്തേത് ഷഹാദത്ത്, മൂന്നാമത്തേത് തംസീദ്, നാലാമത്തേത് തൗഹീദ്, അഞ്ചാമത്തേത് അസ്തഗ്ഫാർ, ആറാമത്തേത് റദ്ദെ കുഫ്ർ. ആദ്യത്തെ കൽമ തയ്യബ് അഥവാ ശുദ്ധി. ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണ്. രണ്ടാമത്തെ കൽമ ഷഹാദത്ത് അഥവാ സാക്ഷ്യം. ഇത് അറബിക്കിൽ ചൊല്ലുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, പ്രൊണൗൺസിയേഷൻ പ്രശ്നമാകും എന്നതുകൊണ്ട് തന്നെ. ഷഹദത്ത് കലിമയുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. അല്ലാഹു അല്ലാതെ മറ്റാരും ആരാധനയ്ക്ക് യോഗ്യരല്ലെന്നും അവൻ ഏകനും പങ്കാളിയില്ലാത്തവനാണെന്നും മുഹമ്മദ് നബി അവന്റെ ദാസനും ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മൂന്നാമത്തെ കലിമയാണ് തംജീദ് അഥവാ പ്രകീർത്തനം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അല്ലാഹുവിന് സ്തുതി, അല്ലാഹുവിന് സ്തുതി. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല. അല്ലാഹു ഏറ്റവും വലിയവനാണ്. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരു ശക്തിക്ക് പ്രതാപം ഇല്ല. നാലാമത്തെ കലിമയാണ് തൗഹീദ് അഥവാ ഏകത്വം. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായി മറ്റാരുമില്ല. അവൻ ഏകനാണ്. അവന് പങ്കാളിയില്ല. രാജ്യത്വം അവനുള്ളതാണ്. അവൻ വഴിയാണ്. സ്തുതി. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു. അവൻ ഒരിക്കലും മരിക്കുകയില്ല. മഹത്വത്തിൻ്റെയും ആദരവിൻ്റെയും ഉടമ. അവൻ്റെ കൈകളിലാണ് നന്മ. അവൻ നന്മയാണ്.
അവൻ എല്ലാത്തിലും മേലെയുള്ള ശക്തൻ. അഞ്ചാമത്തെ കലിമയാണ് അസ്തഗ്ഫാർ അഥവാ തപസ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എൻ്റെ നാഥനായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു. അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്ന്, എനിക്ക് അറിയാവുന്ന പാപങ്ങളിൽ നിന്നും എനിക്ക് അറിയാത്ത പാപങ്ങളിൽ നിന്നും ഞാൻ അവനിലേക്ക് തിരിയുന്നു. തീർച്ചയായും നീ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവനും തെറ്റുകൾ മറയ്ക്കുന്നവനും പാപങ്ങൾ പൊറുക്കുന്നവനുമാണ്. ഉന്നതനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ശക്തിയും ഇല്ല. ആറാമത്തെ കലിമയാണ് റദ്ദെ കുഫർ അഥവാ അവിശ്വാസം നിരസിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇതാണ്: അല്ലാഹുവേ, തീർച്ചയായും ഞാൻ നിന്നോട് പങ്കു ചേർക്കുന്നതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു. പക്ഷേ അതെനിക്കറിയാം. എനിക്കത് അറിയില്ലാത്തതിന് നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു. ഞാൻ അതിൽ നിന്ന് പിന്മാറി അവിശ്വാസം, ബഹുദൈവാരാധന, വ്യാജം, പരദൂഷണം, പുതുമ, കഥകൾ, ദുഷ്പ്രവർത്തികൾ, കുറ്റപ്പെടുത്തൽ, അനുസരണക്കേട് എന്നിവയിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കി ഞാൻ കീഴ്പ്പെട്ടു. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റാരുമില്ല എന്ന് ഞാൻ പറയുന്നു. മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ്. ആദ്യത്തെ കലിമയായ തയ്യബ് ആയിരിക്കണം പഹൽഗാമിൽ ചൊല്ലാൻ ആവശ്യപ്പെട്ടത്. മേൽപ്പറഞ്ഞ അറബിക് വാക്കുകളുടെ പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ ക്ഷമിക്കുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഹൈന്ദവരുടെ കലിമ? ഇത് പറഞ്ഞാൽ ഒരു തീവ്രവാദവും ഉണ്ടാകില്ല. കാരണം മിക്ക ഹിന്ദുക്കൾക്കും ഏകദേശം 75% പേർക്കും ഇത് അറിയില്ല. അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ടതില്ല. അത് മാത്രവുമല്ല, ഹിന്ദുക്കൾക്ക് ഒരു നിർബന്ധമില്ല ക്ഷേത്ര ദർശനം നടത്തണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ. കർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹിന്ദുക്കൾ. എന്നാൽ ശരി, വേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, മലയാളി ഹിന്ദുക്കൾക്ക് ശത്രു അന്യമതസ്ഥരല്ല, മലയാളി ഹിന്ദുക്കൾ തന്നെയാണ്. ക്ഷമിക്കണം കേട്ടോ. എന്താണ് ഹിന്ദു കലിമ? ആ ആയത്ത് അഥവാ ശ്ലോകം ഏതാണെന്ന് പറയാം. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രത്തസ്യ നാമാനി യാനി കർമ്മേപി ഏകം തസ്യ ദേവസ്യ സേവാ. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രത്തസ്യ നാമാനി യാനി കർമ്മേപി ഏകം തസ്യ ദേവസ്യ സേവാ. ഇനി ഇതിന്റെ സാരാർത്ഥം കൂടി പറയാം. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, അതായത് ഒരേ ഒരു ശാസ്ത്രം, അത് ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, അതായത് ഒരേ ഒരു ഭഗവാൻ, അത് ദേവകീ പുത്രനായ ശ്രീകൃഷ്ണൻ. ഏകോ മന്ത്രത്തസ്യ നാമാനി യാനി, അതായത് ഒരേ ഒരു മന്ത്രം, അത് ഹരിനാമ കീർത്തനം. കർമാഭി ഏകം തസ്യ ദേവസ്യ സേവ, ഒരേ ഒരു കർമ്മം, അതായത് ഭഗവാനെ സേവിക്കുക എന്ന്. ഇവിടെ ഭഗവാനെ സേവിക്കുക എന്നത് സൽകർമ്മം ചെയ്യുക എന്നാണ്. ഏതൊരു ഹിന്ദുവും ഓർമ്മയിൽ വെക്കേണ്ട ഒരു ശ്ലോകമാണിത്. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും
സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.